പണ്ടത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലവ് ലെറ്റർ കൊടുക്കുക. ബോഡി ഗാർഡിന്റെ ഫസ്റ്റ് കഥ കേൾക്കുമ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഇവള് പതുക്കെ അത് എടുത്തിട്ട് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാനെന്താ. ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല. ഇവിടുത്തെ വലിയൊരു മാധ്യമ പത്രത്തിൽ വന്നൊരു ഇതാണ് വെച്ചാൽ ഒരാൾ ഇതുപോലെ മരിക്കുന്നു പറഞ്ഞു ഒരു വിശ്വാസത്തിൽ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. ഇവർ പടയെന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം അടിച്ചു. ചാന്തൂട്ട് സ്റ്റിൽ റീമേക്ക് റൈറ്റ്സ് ഒരുപാട് വർഷം മുമ്പ് പോയതാണ്, പക്ഷെ ആരും അത് ഇതുവരെ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന സാധനം തോന്നിയിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. പവിയുടെ ശരിക്കും ഫസ്റ്റ് കഥ കേൾക്കുമ്പോ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ശരിക്കും എന്തായിരുന്നു? അത് ഓരോ സബ്ജക്റ്റും ഓരോ മിഷൻ എന്ന് പറയുന്ന പോലെയാണ്. എല്ലാ ഫ്ലാറ്റിലും ഒരു കാറ്റഗറി അല്ലേ? ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് ഫിൽമി ബീറ്റ് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. പവി കെയർടേക്കർ കണ്ടിറങ്ങിയ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾക്ക് എവിടെയോ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഒരു ദിലീപേട്ടനെ കണ്ടു എന്നുള്ളത്. അതിന്റെ സന്തോഷത്തിൽ ദിലീപേട്ടൻ നമ്മളോട് കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനെത്തിയിരിക്കുകയാണ്. സോ ലെറ്റ് മീ വെൽക്കം ദ വൺ ആൻഡ് ഓൺലി ജനപ്രിയ നായകൻ ദിലീപ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമാ ഭാഷകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ ദിലീപ് തൊടാത്ത റേഞ്ച് ഒന്നും മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയും. എല്ലാ ജോണറുകളിലും എല്ലാ എന്താ പറയുക മേഖലകളിലും ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഒരു പേഴ്സണൽ ഹൈ എന്ത് കൈൻഡ് ഓഫ് ഹിറ്റിലാണ് ശരിക്കും എക്സൈറ്റഡ് ആവുക? അത് ഓരോ സബ്ജക്റ്റും ഓരോ മിഷൻ എന്ന് പറയുന്ന പോലെയാണ്. അത് ഏത് സബ്ജക്റ്റ് ഹിറ്റായാലും നമുക്ക് വലിയ സന്തോഷം തന്നെയല്ലേ. കാരണം ഒരു കണ്ടന്റിൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് സക്സസ് ആയാൽ എല്ലാവരെ പോലെ തന്നെ എനിക്ക് സന്തോഷമാണ്. ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അത് അതിൽ കുഴപ്പങ്ങൾ സംഭവിച്ചു, നമുക്കത് വർക്കൗട്ട് ആയില്ല, ട്രൈ നെക്സ്റ്റ് ടൈം, ആ ഒരു സെക്ഷനിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഈ പവിയുടെ ശരിക്കും ഫസ്റ്റ് കഥ കേൾക്കുമ്പോ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ശരിക്കും എന്തായിരുന്നു ഈ സിനിമയിലേക്ക്? കഥ കേൾക്കുമ്പോൾ തന്നെ പവിനെ നമുക്ക് ഇഷ്ടമായി. അത് ജനങ്ങൾക്കിടയിലുള്ള ഒരു കഥ. ഇതൊക്കെ പണ്ട് കേരളത്തില് ഈ ഫ്ലാറ്റ് കൾച്ചർ ഉണ്ടായിരുന്നില്ല. അത് ഈ അടുത്ത കാലത്താണ് ശരിക്കും ഫ്ലാറ്റ് അങ്ങോട്ട് വന്ന് നിറയുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കുന്നത്. എല്ലാ ഫ്ലാറ്റിലും ഒരു കെയർടേക്കർ ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ഫ്ലാറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക്, ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക്, ഒരു തവണയെങ്കിലും ഫ്ലാറ്റിൽ പോയ ആൾക്കാർക്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ അവിടെ ഫ്ലാറ്റിൽ കെയർടേക്കറാണ് പകല്, അയാൾ നൈറ്റിൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇയാള് ഈ കെയർടേക്കർ ആണെന്ന് പറഞ്ഞു എല്ലാവരുടെ കാര്യത്തിലും കയറി ഇടപെടുക എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളൊരു 10-18 വർഷം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഗൾഫിൽ നിന്നൊക്കെ വന്നു ഇവിടെ ഒരു എക്സ് ഗൾഫ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നടന്ന് അവസാനം ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർടേക്കറായി മാറുക. അപ്പോൾ അയാളുടെ ഈ ഗൾഫിൽ ഉണ്ടായിരുന്ന കാലത്തും അയാളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് താൻ സ്വയം ജീവിക്കാൻ മറന്നുപോയി എന്ന് പറയുന്ന പോലെയുള്ള പോകുന്ന ഒരാൾ. അയാൾ ഒറ്റയാണ്. അയാൾക്ക് കൂട്ടായിട്ടൊരു നായ മാത്രമേ ഉള്ളൂ. അയാളുടെ ജീവിതത്തിൽ കല്യാണമോ അല്ലെങ്കിൽ പ്രണയമോ ഒന്നും ഉണ്ടായിട്ടില്ല. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ആണും പെണ്ണും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് ഒറ്റ പോയാൽ പിന്നെ അവിടേക്ക് ഉള്ള നോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. കാരണം അയാളുടെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അയാളുടെ ജീവിതത്തിൽ ഒരു പ്രണയം വരിക, ഇയാൾ പ്രണയത്തിലാവുന്നതാണ്. അപ്പൊ ആ പ്രണയത്തിന്റെ രീതികൾക്ക് ഒരു ഡിഫറെന്റ്, നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു സാധനത്തിന്റെ ഫീൽ ഉണ്ടായിരുന്നു. അതുപോലെ പണ്ടത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലവ് ലെറ്റർ കൊടുക്കുക എന്നൊക്കെ പറയും. ഇന്ന് ലവ് ലെറ്റർ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ അല്ലേ? അതൊക്കെ മെസ്സേജിലെ ലെറ്റേഴ്സായി മാറുകയാണ് അല്ലേ? ലവിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ മാറുകയാണ്. ഇന്നിപ്പോ ആ രീതിക്കുള്ള കുറെ ഘടകങ്ങൾ ഇതിനകത്ത് വന്ന് രസകരമായ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ കുറച്ച് നോർമൽ ഇതിൽ നിന്ന് ഇത്തിരി പ്രായം ഉള്ള ഒരാൾ, മാനസികമായിട്ടും അയാൾ ആ രീതിക്ക് തന്നെയാണ്. അയാള് ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു കഥ പറയുമ്പോൾ കുറച്ച് പ്രായം, ഞാൻ ചോദിച്ചു നരയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു. അവർ അല്ലല്ല, ഇയാൾക്ക് കാഴ്ചയില് ഇയാളുടെ മെച്യൂരിറ്റിയും എന്ന കാഴ്ചയിൽ ഇയാൾക്ക് കുറച്ച് നോർമൽ ദിലീപ് ഇത്തിരി കൂടി പ്രായം തോന്നുന്ന. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇയാൾ അങ്ങനെ മുടിയും അത്ര കയറില്ല. പിന്നെ ഇയാള് മീശ ഒക്കെ കുറച്ച് കട്ടി വെച്ചപ്പോൾ കുറച്ച് ആ ഒരു ഫീലിലുള്ളത്. പിന്നെ ഇയാൾക്ക് രാത്രിയും ഒരു ഉറക്കമില്ല, 3-4 മണിക്കൂറൊക്കെ ഇയാൾ കിടന്ന് ഉറങ്ങുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ, ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളതാണ് പവിത്രൻ.
ഈ ജീവിതത്തില് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇത് ഈ പവിത്രനും ദിലീപ് എന്നൊരു നടനായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടല്ലോ. അതായത് ഈ ഒരിക്കലും ചോദിച്ചില്ലേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോ നമ്മളെല്ലാരും ഒറ്റയ്ക്കല്ലേ, നമ്മൾ എവിടുന്നോ വരുന്നു എവിടുന്നോ പോകുന്നു, അതിൻ്റെ ഉള്ള ഒരു യാത്രയെന്ന് പറഞ്ഞു. ഈ മഹാരാജാസില് പഠിക്കണ വരെ പെൺകുട്ടികളോട് മിണ്ടാൻ ഭയങ്കര നാണുണ്ടായിരുന്ന ആള് പിന്നീട് അവിടുന്ന് ഈ പറഞ്ഞ ഒരുപാട് നായകന്മാര് അല്ലെങ്കിൽ ഒരു സിനിമാ നടനായിട്ട് ഈ പറഞ്ഞ ഒരു പ്രണയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ ഉണ്ടാവുന്നത്. അത്രത്തോളം സിമിലാരിറ്റീസ് ഒക്കെ മറ്റേ എന്താ പറയാ കണക്ട് ആയോ? ഇല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ മിക്സഡ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ പെൺകുട്ടികളായിട്ടൊന്നും അത്ര വലിയ സംസാരങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന സാധനം തോന്നിയിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? ആദ്യം നമുക്കൊരു ക്രഷ് എന്നൊക്കെ പറയൂലേ, ഇപ്പൊ നമ്മൾ പറയൂലേ, അപ്പൊ അങ്ങനെ തോന്നുന്നു. അതൊക്കെ നമ്മൾ ഇന്നും നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ. പ്രണയങ്ങളും ഇതാണ് ഇല്ല, പക്ഷെ ഞങ്ങള് ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഇപ്പോഴും. മനസ്സിലായില്ലേ? അപ്പൊ അത് അവർക്കറിയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവരോട് ഒരുപാട് മിണ്ടാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. ഞാൻ 2 കോളേജിലായി. മനസ്സിലായില്ലേ? അതിനുശേഷം അവരുടെ സിസ്റ്ററിനൊക്കെ എനിക്കറിയാം, അവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു ഫീലുണ്ട് ഇവരോട്, ഭയങ്കര ഒരു ഇഷ്ടം, ആരാധന എന്തൊക്കെയോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലൈഫിൽ ഇതൊക്കെയായി ഒരിക്കൽ പോലും അവരായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ. കാരണം നമ്മൾ എന്ത് തമാശ പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കണം ഇവര് ചിരിക്കുന്നുണ്ടോ എന്നുള്ളത്. ക്ലാസ്സിലൊക്കെ തമാശ പറയുമ്പോൾ അപ്പൊ ഇവര് ചിരിക്കുന്നുണ്ടാവും, അത് കേൾക്കുന്നുണ്ടാവും, അവര് ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സിനിമയിൽ നടനായതിനു ശേഷമാണ് എനിക്ക് ഒരിക്കൽ അവരുടെ ഒരു കോള്, ഒരു മെസ്സേജ് വരുന്നത്. ഇസ് ഇറ്റ് ഗോപാലകൃഷ്ണൻ, ഐ എം സോ ആൻഡ് സോ, ക്യാൻ വി ടോക്ക് എന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാനിങ്ങനെ കുറേ ഇങ്ങനെ ഇരുന്ന് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് യെസ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ അതിന് ശേഷം നേരിട്ട് കാണുകയും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വലിയ അടുപ്പമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം എന്ന് പറയുന്ന പോലെ പ്രണയം ആർക്ക് എപ്പോഴും സംഭവിക്കുന്ന രീതികളാണ്. ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാനത്. ഈ ലവ് ഈസ് ഡിവൈൻ എന്ന് പറയുന്നൊരു ഇതില്ലേ. ഇപ്പം ഈ സബ്ജക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ ഈ പവിത്രൻ എന്ന് പറഞ്ഞാൽ ഇയാളൊരു പ്രണയത്തിൽപ്പെടുക എന്നൊക്കെ പറയുന്നതാണ് ഇതിനെ കൂടുതൽ നമുക്ക് ഹുക്ക് ചെയ്തൊരു. അതെ 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 അതെ. ഈ പറഞ്ഞ പോലെ വേറൊരു കുറെ ഈ പറഞ്ഞ പോലെ ബ്രോ ശരിക്കും എന്താ പറയണേ? ബ്രോ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ജീവിതത്തിൽ, ഇയാളുടെ ലോകത്തിൽ ഇയാൾക്ക് വേറെ ആരുമില്ല, ഇയാൾ ഒറ്റയാണ്. നേരത്തെ ചോദിച്ചത് ജീവിതത്തിൽ ഒറ്റപ്പെട്ട അതും കൂടി ഒരു യാത്രയാണെന്ന് പറഞ്ഞാണല്ലോ അന്ന്. അതെ അതെ, ജീവിതത്തിൽ ഒറ്റയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് എപ്പോഴും ഒറ്റപ്പെടാതിരിക്കാനുള്ള സൗഹൃദങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇയാളെ സംബന്ധിച്ച് അങ്ങനെ സുഹൃത്തായിട്ടും സഹോദരനായിട്ടും കൂടപ്പുറപ്പൊക്കെ ആയിട്ടുള്ളത് ഈ ബ്രോയാണ്. അതുകൊണ്ടാണ് അയാൾ അതിനെ ബ്രോ എന്ന് വിളിക്കുന്നത്. അയാളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും അയാളുടെ സങ്കടങ്ങളും അയാളുടെ തമാശകളും എല്ലാം ബ്രോയായിട്ടാണ്. ബ്രോയ്ക്കും ഇയാളാണ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ പൊതുവെ ഈ പറഞ്ഞ പോലെ നായകൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമോഷൻസ് നമ്മളിലേക്ക് ഭയങ്കര ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജീവിയുടെയാണല്ലോ. ഇപ്പൊ സി.ഐ.ഡി. മൂസയിലും റിംഗ് മാസ്റ്ററിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റബിലിറ്റി ഉണ്ടായിരുന്നു. ആ ദിലീപേണ്ട പട്ടി നമ്മുടെ പട്ടിയാണ്, ആ ഒരു സാധനം ഇതിൽ വന്നപ്പോ എങ്ങനെയാ? ആ ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ പിന്നെയും ഒരു പട്ടിക്കുട്ടിയുടെ കൂടെ അഭിനയിക്കുന്ന. ഇതിൽ ശരിക്കും ഇമോഷണലി കൂടുതൽ വർക്കൗട്ട് ആയിരിക്കുന്ന ഒരു ഇതാണ്. ഇപ്പൊ അത് മാത്രമല്ല, ഈ സിനിമകളിലൊന്നും കാണാത്ത വിഷ്വൽസും രീതികളും ഈ ബ്രോയ്ക്കുണ്ട്. ഇവർ തമ്മിലുള്ള എന്താ പറയുക, നമ്മള് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു കുട്ടീനെ തൊട്ടിൽ അവിടെയാണെങ്കിൽ ഇയാൾ ചെയ്യുന്ന ജോലിയുടെ ഇടയ്ക്ക് ചിലപ്പോൾ അതിൽ നിന്നൊരു നൂല് കെട്ടിയിട്ടോ ഒരു ചരട് കെട്ടിയിട്ട് അങ്ങോട്ട് കിട്ടും വലിച്ചു, കാരണം അതിൻ്റെ ആട്ടം നിന്നാൽ അത് ഉണരും എന്നുള്ള രീതിയിൽ. അപ്പം അതിനോട് കമ്പാരിസണുള്ള പല പരിപാടികളൊക്കെ നായ്ക്കുട്ടിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ നായിനെ ശരിക്കും വാങ്ങിച്ച് ചെറിയ ഇതിൽ വാങ്ങിച്ചിട്ട് അവനെ വളർത്തി അവന് ബ്രോന്ന് പേരിട്ടിട്ടാണ് നമ്മൾ ശീലിപ്പിച്ചതൊക്കെ. എപ്പോഴും അവന്റെ വേറെ പേരില്ല, അവൻ ബ്രോയാണ്. അതെ. വേറെ ഈ പറഞ്ഞ ഒരുപാട് സിനിമയുടെ ഭയങ്കര പ്രധാനപ്പെട്ട 2-3 ഭാഗങ്ങളുണ്ടല്ലോ, ഈ നമ്മളെ കരയിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ എങ്ങനെയാ പൊതുവെ
ദിലീപേട്ടന് ഉണ്ടാവുന്ന ഇമോഷൻ എന്താണ്? അല്ല, എനിക്ക് ഉള്ള ഇമോഷൻ തന്നെയാണ്. നമ്മൾ കഴിയുന്നതും ഈ ഫസ്റ്റ് ടേക്കിൽ ഇത് നോക്കിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെ. കാരണം ആദ്യം വരുന്ന സങ്കടം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്ന് റിയലായിട്ട് വരുന്നതാണ്. അത് കറക്റ്റ് ദൈവമേ കിട്ടണേ, ഫോക്കസ് തെറ്റല്ലേ ഇവർക്കാർക്കും എന്നുള്ള രീതിയിലാണ്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അത് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ റിപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പിന്നെ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഫസ്റ്റ് ടേക്ക് തന്നെ അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതാണ് നമുക്ക് എപ്പോഴും ബെസ്റ്റ് ആയിട്ട് ഒത്ത് കിട്ടുക. അപ്പൊ അത് ജഡ്ജ് ചെയ്യുന്ന ഒരു ഡയറക്ടർ അവരുടെ ടാലന്റും ഒക്കെ ഇതിന് ആവശ്യം. നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നതല്ല. അപ്പൊ ഒരു ആക്ടർ നന്നാവണമെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യുന്ന മറ്റു സാങ്കേതിക വിദഗ്ധരും വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഉണ്ടല്ലോ. അവർക്കൊക്കെ ഓക്കെ ആവുക എന്ന് പറഞ്ഞ ഒരു വലിയ വിഷയം കൂടി ഉണ്ട്. അതെ, ഈ ഇപ്പൊ ടീസറിലും ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഈ ശബ്ദ പ്രണയം ഉണ്ടല്ലോ, ഈ ബോഡി ഗാർഡിലാണ് ദിലീപേട്ടൻ ആദ്യമായിട്ട് ഈ ശബ്ദ പ്രണയമായിട്ട് വരുന്നത്. ഈ ബോഡി ഗാർഡിന്റെ ഫസ്റ്റ് കഥ കേൾക്കുമ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഇതൊരു പരിപാടി ബോഡി ഗാർഡിന്റെ ഫസ്റ്റ് കഥ കേൾക്കുമ്പോ ഞാൻ എല്ലാം കേട്ട് ഭയങ്കര ഇതിലിരുന്നു. അവസാനം പിന്നെ എല്ലാം ഫുൾ കേട്ട് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പൊ എന്ത് ദിലീപിന് ഇഷ്ടമായില്ലേ? ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെന്താ? ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന സിനിമ കാണാണ്. സിനിമ കണ്ടിട്ട് പക്ഷെ ഞാൻ ഹാപ്പി അല്ല. അപ്പോൾ എന്താ? ഞാൻ പറഞ്ഞു ഇവര് രണ്ടുപേരും ലാസ്റ്റില് ഇതിൽ മീൻസ് ഇവർ ഒന്നിക്കുന്നുണ്ട്, പക്ഷെ ഇവർ അറിയുന്നില്ല ആ കഥ പറയുമ്പോൾ. അതല്ലേ പുതുമ. ഞാൻ പറഞ്ഞു അല്ലിക്ക ഇത് ലവ് സ്റ്റോറി അല്ലേ. ലവ് സ്റ്റോറിയിൽ ഒരു നഷ്ടപ്പെട്ട പ്രണയം ഒരു സ്ഥലത്തെത്തിക്കഴിയുമ്പോൾ അത് തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ അവർ രണ്ടുപേരും അത് അറിഞ്ഞാൽ അതിൻ്റെ ലവ് എന്തൊരു ഫ്ലറിഷിങ്. അവരുടെ ജീവിതത്തിന്റെ ഒന്ന് ആംഗിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വരുമ്പോഴല്ലേ അത് ഗംഭീരമുള്ളൂ. അല്ലല്ല, അത് ചിലപ്പോൾ മലയാളീസ് അത് വേറെ തരത്തിലെടുക്കും എന്ന് പറയും. അങ്ങനെ ഞാൻ എന്തൊരു കഷ്ടമായി പോയി. ഇത് ഇക്കാതുമ്പോ ബലം പിടിച്ചിക്കുക. ഇവർ രണ്ടുപേരും അറിയണ്ട. ഡയറി ആ പയ്യന്റെ കയ്യിലെല്ലാം ഉണ്ട്, ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. പക്ഷേ ആ ഡയറി അവൻ കളഞ്ഞു. ഇനി ആ ടോപ്പിക്ക് ഇവരുടെ ഇടയിലേക്ക് വരുത്തണ്ട. അവനെ സംബന്ധിച്ച് അവന്റെ മിഷൻ കംപ്ലീറ്റഡ് ആണ്. അവന്റെ അച്ഛന് വേണ്ടിയിട്ട് അച്ഛനെ സ്നേഹിച്ച പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വരുത്തുക, അതാണ് അവന്റെ പരിപാടികൾ. അത് അവൻ നോട്ടഡ് ആണ്. പക്ഷെ നമ്മള് ഹാപ്പി അല്ല, അവരറിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ അന്ന് അമല ക്യാമറന്ന് വന്നപ്പോ പറഞ്ഞു അമല് ഒന്ന് പറഞ്ഞു. അമല് പതുക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു. അങ്ങനെ സംസാരിച്ച് ഒരാൾ അറിയട്ടെ എന്നുള്ള സ്ഥലത്തെത്തി. അപ്പൊ ഞാന് എപ്പോഴും ഞാൻ പറഞ്ഞു അത് മറ്റാളൂടെ അറിയണ്ടേക്കാ. ദിലീപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞിക്ക ഇപ്പോ ഇങ്ങനെയല്ല, എനിക്കത് എഴുതാനോ പറയാനൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്ന ഫീല് ആ കുട്ടി ആ ഡയറി അവിടെ ഇട്ടു. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്ത് ചോദിക്കണ ഡയറി ഇട്ടു, ഇയാളുടെ ഡയറി കണ്ടു എന്ന് പറയുന്ന സാധനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡയറി ഇയാൾ എടുത്ത് മറിക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ ഇതാവുന്നു, ഇവർ രണ്ടുപേരും അങ്ങനെ പോകുന്ന ഒരു സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു അയാളെ ഡയറി എടുത്തു, ഇയാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് കട്ടെന്ന് വെച്ചാൽ ഇവളിങ്ങനെ ഇരിക്കുക, ഇവളുടെ ഫോൺ അടിക്കുന്നുണ്ട്. അവളിങ്ങനെ നോക്കുമ്പോൾ ഇല്ല, പ്രൈവറ്റ് നമ്പർ കോളിങ്. അപ്പൊ ഇത് വെച്ചാ കളിച്ചേക്കണേ. ഇവള് പതുക്കെ അത് എടുത്തിട്ട് ഹലോ എന്നുള്ള ആദ്യത്തെ ഇതാണ് അവളുടെ. അപ്പോഴാണ് മറ്റേ ശബ്ദം കേൾക്കണേ, ബോഡി ഗാർഡ് ജേഷൻ സ്പീക്കിംഗ് ഏന്ന് പറയുമ്പോ അവൻ അതായിട്ടാ സംസാരിക്കണേ. പെട്ടെന്ന് വന്ന് നോക്കുമ്പോ ആ കോച്ചിന്റെ ആ മറ്റേ കൂപ്പയുടെ അവിടെ അങ്ങേറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇവള് ചെന്ന് കാരണം അറിഞ്ഞു കുട്ടി ഒന്നും അറിയത്തെ മട്ടില്ല, ഇങ്ങനെ ഭയങ്കര കുഴപ്പമാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സിനിമ പിന്നീട് തമിഴിലെടുത്തപ്പോഴും അവര് ഇതുപോലെ കാവലന്റെ ലാസ്റ്റ് വരുമ്പോ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അവിടെയും അത് കഴിഞ്ഞ് ഞാൻ ബോഡി ഗാർഡ് ഹിന്ദി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ ദുബായിൽ വെച്ച സിനിമ തന്നെ ഞാൻ നോക്കുമ്പോ അതിലാ ക്ലൈമാക്സ്. ഞാൻ പറഞ്ഞു ഇത് അവിടെ കൊണ്ടുപോയി കൊടുത്തല്ലേ. നമ്മള് അങ്ങനെ മെഗാ ഹിറ്റായി മാറുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ എൻഡ് അതാണ്.
നമ്മള് പ്രണയം എന്ന് പറയുന്നത് അതാണ് അല്ലേ, ഫുൾഫിൽ ആവുക. പിന്നെ പ്രണയത്തിന് വേറൊരു ആംഗിള് ശരിക്കും ഇതൊരു പെയിനായി നിൽക്കുന്ന അതിന്റെ സാക്രിഫൈസ്, ലോസ്റ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അതൊരു പെയിൻ ആണ്. മനസ്സിലായില്ലേ? ലവ് സ്റ്റോറിയുടെ പല ആംഗിളുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ലവ് സ്റ്റോറി, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ഒരു പ്രണയമാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അപ്പൊ ആ എനിക്ക് സിനിമ കണ്ട കംപ്ലീറ്റ് ആൾക്കാർ പറഞ്ഞു ആ ലവ് സ്റ്റോറി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത കാലത്ത് ഞങ്ങൾ അതിന്റെ കൂടെയായി, ഞങ്ങള് ആ ഒരു സസ്പെൻസും കാര്യങ്ങളും എല്ലാം ഭയങ്കര ത്രില്ലിംഗ് ആയി. എന്താണിത് എന്ന് ഞങ്ങളും കൂടെ വരാൻ തുടങ്ങി. അതുകൊണ്ട് അയാളുടെ വിഷമങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഫീൽ ചെയ്തു എന്നാണ്. അപ്പൊ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് ആ ഫീല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ആ സിനിമയുടെ സക്സസ്. ഇപ്പൊ നമുക്കൊരു ചെറിയ സെഗ്മെന്റ് പോവാം. ഇറ്റ്സ് ലൈക്ക് പവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഏപ്രിൽ റിലീസുകൾ, ജൂലൈ 4 റിലീസുകൾ, ക്രിസ്മസ് റിലീസുകൾ, ഏതാ ദിലീപേട്ടൻസ് ഫേവറേറ്റ്? എനിക്ക് എല്ലാ റിലീസും പടം സക്സസ് ആയ എല്ലാം ഫേവറേറ്റ്. ഏപ്രില് റിലീസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ടല്ലോ മാർച്ച് ഏപ്രില്. മാർച്ച് 31 എനിക്ക് തോന്നുന്നത് സല്ലാപം, 28 30 അതൊരു ഡേറ്റ് ആണ് മാർച്ചില്. പിന്നെ ഏപ്രിൽ എനിക്ക് ഒരുപാട് സിനിമകൾ ഉണ്ടായി. തിളക്കം, കുറേ പടങ്ങള് ഏപ്രിൽ റിലീസുകൾ എനിക്ക് ഒരു ഏപ്രിലാണ് വിനോദയാത്ര കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിരുന്നു അതിന്റെ സെലിബ്രേഷൻ. ഞാൻ വിചാരിച്ചു റിലീസാ. ഇത്ര ഇയേഴ്സ് ഓഫ് വിനോദയാത്ര. കാർ ഓർ ബൈക്ക്? എന്ത്? സ്കൂട്ടർ ഓർ ബൈക്ക്? അല്ല, സ്കൂട്ടർ ഓർ കാർ? പേഴ്സണലി ഫേവറേറ്റ് കാറാണ് ഇപ്പൊ. ദിലീപേട്ട അങ്ങനെ ഈ പറഞ്ഞ പോലെ കാറുകൾ മറ്റേ നമ്മൾ എപ്പോഴും ഭയങ്കര സെലിബ്രേറ്റഡ് കാറുകളുടെ ഇതിലൊന്നും ഭയങ്കര കണ്ടിട്ടില്ല. പക്ഷെ ദിലീപേട്ടന്റെ കയ്യിലുള്ള ആവശ്യത്തിന് കാറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ അങ്ങനെ വലിയ ക്രേസ് ഒന്നും ഇല്ല. ഇതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. ഇതൊക്കെ കിട്ടിയില്ലോ. ഫസ്റ്റ് കാർ ഏതായിരുന്നു? ഈ ഫസ്റ്റ് ഞാൻ വാങ്ങിയത് ഒരു മാരുതി കാറാണ്. അതിപ്പോഴും ഉണ്ട് എൻ്റെ കയ്യില്. 1984 മോഡലാണ് കാർ. ആലുവയില് ആലുവ തരാം. ഞാനിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോൾ ഒന്നുകൂടി മിനിക്ക് കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് ആദ്യത്തെ ബൈക്കും ഉണ്ട് എൻ്റെ കയ്യില്. ഏത് CD ആണ് അത്? മാക്സ് 100R ആ സമയത്തുള്ള സുസുക്കി. അതുണ്ട്. ആണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. ഞാൻ ആദ്യം ഉപയോഗിച്ച സൈക്കിളും ഉണ്ട് എൻ്റെ കയ്യില്. അതൊക്കെ ഉണ്ട്. ഇതിനോടൊക്കെ ഒരു ഭയങ്കര അഫെക്ഷൻ ഉള്ള ആളാണോ? ഈ ഇമോഷണലി അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക? അതിപ്പോ ആർക്ക് ശല്യം ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ എനിക്ക് റെഡിയാക്കി ഇടയ്ക്ക് എനിക്ക് നല്ല വണ്ടിയായിരുന്നു. കാരണം ആ വണ്ടി ഞാൻ അത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച ആ കാറ്. അത് തരുന്ന സമയത്ത് അതിന്റെ ഓണർ എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരുപാട് വണ്ടിയുണ്ട്, ആ വണ്ടി കണ്ട് ഇഷ്ടമായിട്ട് ഞാൻ ചോദിച്ചതാ, ഈ വണ്ടി കൊടുക്കണ്ടോ എന്ന് ചോദിച്ചു. ഭയങ്കര ഭംഗിയുള്ള ഒരു കാറായിരുന്നു, രസം. അത് പോണം നോക്കി ആൾക്കാര്, ഒരു ക്യൂട്ട് ഒരു സാധനം ഓടി പോണ പോലെ തോന്നും. അപ്പൊ പുള്ളി പറഞ്ഞു ഇഷ്ടായി. ഓക്കെ. അപ്പം എൻ്റെ സിനിമകളെ കണ്ട് ഇഷ്ടമായ ഒരാളാണ്. ശരി, ഞാൻ ദിലീപിന് ഇത് തരാം. പക്ഷെ ദിലീപ് കാർ കൊടുക്കരുത് കേട്ടോ. ഈ കാർ വന്നതിന് ശേഷം കണ്ട് ഒരുപാട് കാർ വേറെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ കാർ കൊടുത്തിട്ടില്ല. ഇപ്പൊ എത്ര വണ്ടിയുണ്ട് ഗാരേജ്? ഇപ്പൊ ഇങ്ങനെ മാറിയും മറിഞ്ഞും കുറെ നമ്മള് മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർഡ്, എസ്കോട്ട്, കുറെ സ്കോഡ, സൂപ്പർ, അങ്ങനെ കുറെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നില്ലേ. കുറെ വണ്ടികൾ മാറും. മറ്റേ പോഷെ, കെയിൻ, അങ്ങനെ കുറെ വണ്ടികളൊക്കെ മാറ്റും. അതുപോലെ തന്നെ BMW X6 അങ്ങനെ കുറെ വണ്ടി, അതൊക്കെ കുറെ മാറ്റി. അപ്പൊ പിന്നെ അല്ലല്ല, മാരുതി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഒരു സന്തോഷം. ദിലീപ് എന്ന സിനിമയിലെ പാചകക്കാരൻ, ദിലീപ് എന്ന വീട്ടിലെ പാചകക്കാരൻ? വീട്ടിൽ പാചകം ചെയ്യാൻ അധികം സമ്മതിക്കില്ല. കാരണം അവർക്ക് മര്യാദയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം. ഇല്ലല്ലേ, പല സിനിമകളിൽ നിന്ന് പലതും പഠിച്ചിട്ടുണ്ട്. ഒരു സിനിമയിലെ ഒരു കുക്കാവുമ്പോൾ ഈ ദോശ ഉണ്ടാക്കാൻ പഠിച്ചത്, ദോശ ചൂടാനൊക്കെ പഠിച്ചത് സിനിമയിൽ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ്. പൊറോട്ട അടിക്കാൻ പഠിച്ചത്. എന്നെ പൊറോട്ട അടിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ എഡിറ്റർ അയ്യൂബ ജീത്തുവിന്റെ. കാരണം അവന് ഇങ്ങനെയൊക്കെ ഇതൊക്കെ അറിയാം. ഞങ്ങൾ ലൈഫ് ഓഫ് ജോസൂട്ടി ചെയ്യുമ്പോൾ അവിടെ ന്യൂസിലൻഡില് വേറെ പണികളൊന്നുമില്ല, പലവിധ പരിപാടികൾ. ഇപ്പോൾ പൊറോട്ട അടിക്കുക, അത് നമുക്ക് പഠിക്കാം, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മള് ഇതായിട്ടുണ്ട്.
സ്പാനിഷ് മസാല സ്പെഷ്യൽ. സ്പാനിഷ് മസാലയിലും അങ്ങനെയാണ്, അവിടെയാണ് കൂടുതൽ ദോശ ഉണ്ടാക്കാൻ പഠിച്ചത്. പിന്നെ മിസ്റ്റർ ബട്ട്ലർ, അതിലാണ് ഭയങ്കര ക്യൂട്ടായിട്ട് ലിഫ്റ്റിന്റെ അകത്തിരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവം. അപ്പൊ ഓരോ സിനിമകളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുക. ഈ മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് ഇല്ലല്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ചില സംവിധായകന്മാരായിട്ടുള്ള കൊളാബറേഷനുകൾ ചെറിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയത്? മീൻസ് നമ്മളൊരു സക്സസ് കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ ആ കോംബോ ഒന്നിച്ചു എന്ന് പറയുമ്പോൾ ആ കൊളാബറേഷനുകളിൽ വരുന്ന ഒരു സിനിമകൾക്ക് ഭയങ്കര ഹൈപ്പ് ഉണ്ടാവാറുണ്ട്. നാച്ചുറലി അത് ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസമുള്ള, ആ കോംബോയിലുള്ള വിശ്വാസം കൊണ്ട് ഉണ്ടാവുന്ന ഹൈപ്പല്ലേ അത്. അപ്പൊ അത് നമ്മുടെ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകൾ നന്നായി വരണേ, ആ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ടെൻഷനാവും. ഇപ്പൊ നമ്മള് പലവിധ എന്തെങ്കിലും കഥ ചെയ്യേണ്ട, എനിക്ക് പറ്റിയൊരു നല്ല കഥ. ഇപ്പൊ ഞാനും ജീത്തു ഒക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് ജീത്തു ജോസഫ്. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് ആയിട്ടും ജീത്തു വർക്ക് ചെയ്തിട്ടുള്ള ജയരാജന്റെ കൂടെ. ഞങ്ങൾ തിളക്കൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അത് ഞങ്ങൾ ബിഗ് ബോസ്, മൈ ബോസ് ചെയ്തു, ലൈഫ് ഓഫ് ജോസ് ഊട്ടി ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു സബ്ജക്റ്റിന് വേണ്ടി കാത്തിരിക്കാന്ന് പറയില്ല. കാരണം വെച്ചാൽ ആ കോംബോയില് ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കൂടുതൽ വൈകിക്കണ്ട, ചിലപ്പോ ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം അവര് മറന്നു പോകും നമ്മുടെ കോംബോ, അതുകൊണ്ട് ഒരുപാട് വൈകിക്കല്ലേ. അപ്പൊ ഈ ദിലീപ് എന്റെ സിനിമയുടെ റീമേക്കുകൾ ഞാൻ കാണുമ്പോഴുള്ള റിയാക്ഷൻ എന്താ? അങ്ങനെ നമ്മള് റീമേക്ക് വരുമ്പോ വേറെ ആക്ടർ ചെയ്യുന്നു, നമ്മളത് എൻജോയ് ചെയ്യുന്നു, അല്ലാണ്ട് വേറെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് നേരത്തെ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ ചില നുണുക്ക് വിദ്യകളുണ്ടല്ലോ, ചില ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്ത് എന്താണ് നമ്മൾ ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചാന്തൂട്ട് സ്റ്റിൽ റീമേക്ക് റൈറ്റ്സ് ഒരുപാട് വർഷം മുമ്പ് പോയതാണ്, പക്ഷെ ആരും അത് ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ധൈര്യത്തിന്റെ അല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, എനിക്കറിയില്ല. ഇങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും ആക്ടേഴ്സ് ഇങ്ങനെ അപ്രോച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടോ? എന്നെ ആരും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൊഡ്യൂസർ വേറെ ആളാണ്, ഡയറക്ടർ വേറെ ആളാണ്, ഞാൻ അതിനകത്ത് അഭിനയിക്കുന്ന ആളല്ല. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള സിനിമകൾ അവസാനം ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ചെയ്യണ്ട എന്ന് ആദ്യം വിചാരിച്ചിരുന്ന സിനിമകൾ പിന്നീട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇല്ല, ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ശരിക്കും ചെയ്യാൻ കയ്യിലിരുന്ന സിനിമകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സ്പീഡ്, അതുപോലെ ചാന്തുപൊട്ടൊക്കെ എൻ്റെ പ്രൊഡക്ഷനിൽ, കുഞ്ഞുകുഞ്ഞൻ എൻ്റെ പ്രൊഡക്ഷനിൽ ചെയ്യാൻ വെച്ച പടങ്ങൾ തന്നെയാണ്. അതാണ് ഞാനത് ആരെ ഏൽപ്പിക്കണം, കറക്റ്റായിട്ട് കൈകളിൽ ഏൽപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് ലാലേട്ടൻ്റെ കൈ ഏൽപ്പിച്ചത്. കാരണം ആ വേഷം ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ്റെ ഒരു ടെൻഷനും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി ചാന്തോട്ടൊക്കെ ചെയ്യുമ്പോൾ. കാരണം എന്തും ടെൻഷൻ വന്നാൽ എനിക്കത് പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരാളെ അങ്ങനെയാണ് ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ഞാൻ പിന്നീട് സ്പീഡ് വേറെ ആൾക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അത് കറങ്ങി, പിന്നെ സുബൈറിന് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളെ സംഭവിച്ചിട്ടുള്ളത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2003 CID മൂസ വരുമ്പോൾ ശരിക്കും അതൊരു നടൻ നിർമ്മാതാവുന്നു എന്നുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷെ ഈ സെക്കൻഡ് സിനിമ, തേർഡ് സിനിമ മുതലാണല്ലോ, കാരണം ആ ഒരു ബ്രാൻഡ് ഭയങ്കര രജിസ്റ്റേർഡ് ആവാം, അതിൽ നിന്ന് നല്ല സിനിമകൾ വരാൻ തുടങ്ങാം. അപ്പോഴും നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെ കഥാവിശേഷനും പാണ്ടിപ്പടയൊക്കെ ഒരേ സമയം ചെയ്ത പ്രൊഡ്യൂസറാണ്. ഈ രാജസേനൻ സാറൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈ ഓടുന്ന സിനിമയുടെ ഘടകം അറിയാവുന്ന ദിലീപ് എന്ന പ്രൊഡ്യൂസർ ശരിക്കും എങ്ങനെയാണ് ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അല്ല, എനിക്ക് നമ്മള് ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇപ്പം ഞാൻ തന്നെ ശരിക്കും ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ഇതിലാണ് മലർവാടി ചെയ്തത്, മെട്രോ ചെയ്ത്, പുതിയ ആ സിനിമകളൊന്നും ഞാനില്ല. ഇപ്പം ഞാൻ അഭിനയിക്കാത്തപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഒരു ഇതിൽ തന്നെ ഉള്ളതാണ്, ഞാനും നാദൃശ്യം കൂടി പാർട്ട്ണർഷിപ്പിലുള്ള കമ്പനിയാണ് നാദ് ഗ്രൂപ്പ്. അപ്പോൾ അതിലാണ് നമ്മൾ കട്ടപ്പന ഋതിക് റോഷൻ ചെയ്തത്, അതിൽ ഞാനില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കേശു ആണ് ചെയ്തത്. അപ്പോൾ പുതിയ ആൾക്കാരെ വെച്ചും പുതിയ കണ്ടന്റുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ തട്ടാശ്ശേരി കൂട്ടം ചെയ്യുന്ന സമയത്ത് അതിൽ ഞാൻ എല്ലാ ഗസ്റ്റ് അപ്പിയറൻസിലാണ് വരുന്നത്. ശരിക്കും അത് അർജുൻ ശരിക്കൊരു സിംഗിൾ ഹീറോ എന്നുള്ള രീതിയിലേക്ക് വരുന്നൊരു സിനിമയായിരുന്നു. കുറച്ച് ഇറങ്ങാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അതാണ് അന്ന് കോവിഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഡിഫറെൻറ്റ് സിനിമകൾ നമ്മൾ എപ്പോഴും
നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ 2020 എടുത്തൊരു ഭയങ്കര വലിയ റിസ്ക് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ വീട്, അല്ലെങ്കിൽ ലാൽ സാറൊക്കെ പറഞ്ഞിട്ടില്ലേ, നീ എത്ര പൈസ തരാന്ന് പറഞ്ഞു, ഞാൻ അതുപോലത്തെ റിസ്ക്. ശരിക്കും ഈ 2020 ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ, കാരണം ഇതെങ്ങനെ എൻഡപ്പ് ചെയ്യുന്നുള്ളൊരു ഇതെങ്ങനെങ്കിലും എൻഡപ്പ് ചെയ്യും, പക്ഷെ ഇത് നല്ല രീതിയിൽ എൻഡപ്പ് ചെയ്താലാണല്ലോ ഈ പറഞ്ഞ നമ്മുടെ സർവൈവലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുള്ളൂ. ഷൂട്ട് തുടങ്ങുന്ന ദിവസം എന്തായിരുന്നു സ്റ്റേജ് ഓഫ് മൈൻഡിൽ? ഷൂട്ട് തുടങ്ങാനുള്ള കാരണം മധു സാറ് തന്നെയാണ്. മധു സാറ് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കറക്റ്റ് ആരും ഡേറ്റ് കിട്ടിയിട്ടില്ല. അത് കുഴപ്പമില്ല, നീ സിനിമ ചെയ്തു, നീ സ്റ്റാർട്ട് ചെയ്യ്, ബാക്കിയെല്ലാം നിന്നിലേക്ക് വന്നോളൂ. അതിനെ സാറിനെ വെച്ചിട്ടാണ് എൻ്റെ ഷൂട്ടിങ് തുടങ്ങുന്നത്. മധു സാറ്, ജനാർദ്ദനേട്ടൻ, പൊന്നമ്മ ചേച്ചീനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. സാറ് ഇല്ല ഇവിടെ തൃപ്പൂണിത്തുറ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ പ്രിയൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ ആ സിനിമ നിനക്ക് ധൈര്യമായിട്ട് നടത്താം, ഇന്നസെന്റ് അവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക്, കാരണം അതൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ആ സിനിമയ്ക്ക് എന്താ സംഭവിക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാനൊരു ഫൈനാൻസ് എടുക്കുകയോ ഒരു സാധനം വിൽക്കുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ കയ്യിലുള്ള സകല സമ്പാദ്യങ്ങളും അതിലിട്ടിട്ടാണ് ഞാൻ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. കാരണം എന്തെങ്കിലും സംഭവിച്ച് തന്നെ ആ സിനിമ പൂർത്തിയായില്ലെങ്കിൽ തന്നെ എനിക്ക് ആരോടും ഉത്തരം പറയണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ സിനിമയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഞാൻ ഒന്നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ ഒരു വലിയ റിസ്ക് എനിക്കുണ്ടായിരുന്നു, എന്നിലുള്ള വിശ്വാസം. കാരണം എന്നെ സംബന്ധിച്ച് ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയ വലിയ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ തുടങ്ങിയ കംപ്ലീറ്റ് എൻ്റെ സീനിയേഴ്സ്, അതെനിക്ക് തോന്നുന്നു മസാറ് തുടങ്ങിയിട്ട് ഉള്ള ആ സമയത്തുള്ള ആളുകളെ മുഴുവൻ വെച്ചിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പം അതൊരു എല്ലാവരും നോക്കി നിൽക്കുന്ന സിനിമ. അപ്പം ആ സിനിമ എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. പക്ഷെ അതിനെ കൂട്ടി നിന്നത് നമ്മുടെ ഏറ്റവും വലിയ സംവിധായകൻ ജോഷി സാറ്. അതുപോലെ തന്നെ അന്ന് കൺട്രോളറായിട്ട് ഞാൻ ആദ്യം, പുള്ളി പ്രൊഡ്യൂസറാണ്, ഞാൻ ചെന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ രജപുത്ര രഞ്ജിത്തേട്ടനാണ് അതിൻ്റെ കൺട്രോളറായിട്ട് എൻ്റെ കൂടെ നിന്നത്. അത് എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പുള്ളി നിന്നത് ചെയ്യാം. പക്ഷെ ആ സിനിമയിൽ ഞാൻ പ്രൊഡക്ഷൻ ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെയുള്ള സകല ജോലികളും ചെയ്യാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ, എന്താ പറയുക, ഞാൻ സിനിമയെ കാണാൻ അല്ലെ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ച് സിനിമയ്ക്ക് അകത്ത് നിന്ന ഒരു ആള്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധികളിൽ ഒന്നായിട്ട് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഇത്രയും ലെജൻസുകളെ വെച്ചിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ലേ, എൻ്റെ നിർമ്മാതാവാൻ പറ്റിയെന്നുള്ളത് അവരെല്ലാവരും മനസ്സറിഞ്ഞ് എൻ്റെ കൂടെ വന്നുകൊണ്ട് മാത്രമാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ തെന്നിത്തെറിഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ ആ സിനിമ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ നല്ലൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ പവിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റീടേക്കുകൾ പോയത് ഇമോഷണൽ സീനുകൾ, കോമഡി സീനുകൾ? അങ്ങനെ കുറെ റീടേക്സ് എന്ന് പറയാനായിട്ടുള്ളത്, നായായിട്ടുള്ള കുറച്ച്, ഇപ്പൊ ബ്രോ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളിൽ അങ്ങനെ. കിച്ചൺ സീൻ എന്താ കിച്ചൺ സീക്വൻസ്? ഇല്ലില്ല, അതിലൊന്നും അങ്ങനെ റീടേക്സുകൾ അങ്ങനെ അധികം സംഭവിച്ചിട്ടില്ല. അത് പിന്നെ നമ്മുടെ ഒരു കാൽക്കുലേഷനിലാണ് പോയിക്കൊണ്ടിരിക്കണേ. പറക്കന്തളി ഓർമ്മ വന്നു? അതും കിച്ചണിലും ഇതും കിച്ചണിലായതുകൊണ്ടാണ് നിങ്ങൾ ഉടനെ അങ്ങോട്ട് ചിന്തിക്കുന്നത്. പിന്നെ അത് പറക്കന്തളി ഓർമ്മ വന്നു എന്ന് ചോദിക്കാൻ കാരണം നിങ്ങളുടെ മനസ്സിലാതുള്ളതുകൊണ്ടല്ലേ. അപ്പൊ അത് അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ കയറിയതുകൊണ്ടല്ലേ. ഇനി നാളെ ഒരു സമയത്ത് ഇതുപോലൊരു ഇന്റർവ്യൂവില് ഇപ്പൊ കുഞ്ഞായിരിക്കുന്ന ആൾക്കാര് എന്നോട് ചോദിക്കും, മറ്റേ പവി കാറ്റക്കറിലെ മരപ്പട്ടി സീൻ ഓർമ്മ വന്നു. അപ്പൊ അത് അത്രയും മനസ്സിൽ കയറുന്നത്. ഇപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഈ പടത്തിൽ എടുത്തു പറയുന്ന ഒരു സെക്ഷനാണ് മരപ്പട്ടി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും, തിയേറ്ററിൽ അത്രയും ചിരിയും ബഹളമൊക്കെ. കാരണം നമ്മൾ കാണാത്തൊരു സാധനമായിട്ടാണ് നമുക്ക് സാധാരണ നായ്ക്കുട്ടീനെ കാണുന്ന പോലെയല്ലേ ഇതിനൊക്കെ അപൂർവമായിട്ട്. എനിക്കൊന്ന് മലയാളികൾ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള സാധനമാണ് മരപ്പട്ടി. എന്നാൽ മരപ്പട്ടീനെ മിക്ക വീടുകളിലും ഇവൻ വന്ന് കുഴപ്പമുണ്ടാക്കും. മനസ്സിലായി, സീലിംഗിലൊക്കെ കയറിയിട്ട് വലിയ വിഷയം ഉണ്ടാക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഈ മരപ്പട്ടി എങ്ങനെ ഇരിക്കണേ, ഇതിന്റെ രീതികൾ എന്താന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടായപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഓട്ടം, ഇതിനെങ്ങനെ ഇതാക്കാൻ പറ്റും. അത് പറഞ്ഞ് നൈറ്റിൽ നമ്മൾ പോവുക. രാവിലെ പിന്നെ ചെല്ലുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് കാണിക്കുകയാണ്. വീടിന്റെ നമ്മുടെ സ്റ്റാഫിന്റെ റൂമിന്റെ അവിടെ ഇവൻ വന്ന് ചാടി, അവൻ അത് ഇടിഞ്ഞ് നിലത്ത് വീണ്, ഇവൻ ഇത് കയറാൻ വേണ്ടി ഇവനുണ്ടാക്കി, അത് തട്ടി ഇത്. അപ്പൊ ഈ സാധനമൊക്കെ നമുക്ക് റിയലായിട്ട് കിട്ടുക, മനസ്സിലായില്ലേ. അപ്പൊ ദൈവാനുഗ്രഹം ഈ സാധനത്തിന് 2-3 പ്രാവശ്യം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ഈസിയായി ഇതില് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ
ഇപ്പോൾ വർക്ക് ചെയ്യാനും നമുക്ക് പെർഫോം ചെയ്യാനും കൊള്ള രീതിയിൽ. ഈ ദിലീപാണ് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ സിനിമകൾ ഇപ്പോൾ പേഴ്സണലി കണക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള സിനിമയാണ് സ്വലെ. ഈ സ്വലയിൽ ഈ പറഞ്ഞ പോലെ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു ട്രാവൽ ആണല്ലോ. ഈ പറഞ്ഞ നമ്മള് ഒരു മരണ വീട്ടിലൊക്കെ റിപ്പോർട്ടിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഷ് റിയാലിറ്റി ഉണ്ടല്ലോ അതിന്റെ. എങ്ങനെയാണ് പണ്ട് അത് റിയൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ചെയ്തതാണ്. പണ്ട് ഇപ്പോഴത്തെ പോലെ നമുക്ക് സ്പോട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫോണും ഇതൊന്നും ഇല്ലല്ലോ. അന്ന് ഇതുപോലെ കാത്തിരിപ്പല്ലേ, ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് വേണം സംഭവം. ഒരു ഇതിൽ പറഞ്ഞു, ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, ഇവിടുത്തെ വലിയൊരു മാധ്യമ പത്രത്തിൽ വന്ന ഒരു ഇതാണ് വെച്ചാൽ ഒരാള് ഇതുപോലെ മരിക്കുന്നു പറഞ്ഞു ഒരു വിശ്വാസത്തിൽ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. ഇവർ പടയെന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം അടിച്ചു, പ്രിന്റ് ചെയ്ത് പത്രം പോയി. അപ്പോഴറിയണ ആൾ മരിച്ചിട്ടില്ലെന്ന്. മനസ്സിലായില്ലേ? എന്നിട്ട് മാനേജ്മെന്റ് അടക്കം, കാരണം ഇനി അവരുടെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞാൽ പറ്റുള്ളൂ. കാരണം പത്രം രാവിലെ എല്ലാവരും കാണും. പക്ഷെ ഇവര് ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് കരച്ചിലേക്ക്, ആ സമയത്ത് മരിച്ചു. അതിന്റെ 5 മിനിറ്റ് കഴിഞ്ഞ് പത്രം വരിക. അത് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള അത്ഭുതങ്ങളും കാര്യങ്ങളും ഇവർ മാപ്പ് പറയാൻ പോയതാ. അപ്പൊ ഇവരടിച്ച വാർത്ത സത്യമാണ്, വേറെ ഒരാൾക്കും കിട്ടിയില്ല. അതത് ചൂടപ്പം പോലെ പോയ പത്രം അതാണ് എന്ന് പറയുന്ന പോലെ ഒരുപാട് ഇൻസിഡന്റ് ഈ അന്നത്തെ പത്രക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈവിട്ട കളിയും ഒരു ജഡ്ജ് കറി ഇവരുടെ ലൈഫ് തന്നെ കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമുക്ക് കാണാം എത്രമാത്രം പ്രഷറിലാണ് ജേർണലിസ്റ്റുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള മേളിൽ നിന്നുള്ള അല്ലേ. അതിനുവേണ്ടി എന്ത് പരിപാടിക്കും അല്ലേ. അല്ല, ഈ പറഞ്ഞ പ്രസ് മീറ്റിലടക്കം ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും പറഞ്ഞ, പക്ഷെ ദിലീപേട്ടനെ ഫേസ് ചെയ്യുന്ന ഭയങ്കര രസത്തോടു കൂടെ തന്നെ നോക്കിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ആക്ടറും കൂടെ ആകുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷനും നമ്മൾ ബിഹേവ് ചെയ്യുന്നതും ഒക്കെ പറഞ്ഞ ഭയങ്കര റെക്കോർഡിക്കല എല്ലാ കാലവും നിലനിൽക്കുന്ന സംഭവം. പക്ഷെ ഈ വലിയ മൂർച്ചയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെ ശരിക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര കൂളായിട്ടും കാമായിട്ടും അതിനെ ഭയങ്കര കാമായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണേ? അല്ല, നമ്മൾ ഇതിനകത്ത് നമ്മൾക്കറിയാലോ എന്താ സത്യം അല്ലേ. ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ലാണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണ്. കുറെ പേർക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ തീരുമാനിക്കണം ഇയാൾ ഇങ്ങനെയാണെന്ന്. അവിടെ ഞാൻ പോയി ഒരുപാട് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. അവർ ഫിക്സ്ഡ് ആണ്. എത്ര കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വന്നാലും അവർ ഇതിന് ഫിക്സ്ഡ് ആയി നിൽക്കുകയാണ്. നമ്മൾ എന്തിനാ വെറുതെ നമ്മുടെ നേരങ്ങളാണ് അതതിൻ്റെ വഴിക്ക് പോകാൻ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? അപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ പേഴ്സണലി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ദിലീപ് എന്നൊരു വ്യക്തിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിലീപ് ഒരു അച്ഛനാണ്, ദിലീപ് ഒരു ഭർത്താവാണ്, ദിലീപ് ഒരു മകനാണ്, ദിലീപ് ഒരു ചേട്ടനാണ്. അപ്പോൾ ഇത്രയും ആളുകളുടെ മുമ്പിൽ ഈ ഭയങ്കര കുടുംബനാഥൻ എന്നൊരു ഇതിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അയാൾ എത്രത്തോളം സ്ട്രോങ് ആണെങ്കിലാണല്ലോ ആ കുടുംബവും അല്ലെങ്കിൽ ആ കുടുംബം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുള്ളൂ. അവിടെ എങ്ങനെയാ ഈ പറഞ്ഞ പോലെ ചിരിച്ച മുഖമായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു ദിലീപ്? അല്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യുക. കാരണം നമ്മൾ ലൈഫിൽ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ടോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മൾ എത്തിയിരിക്കുന്ന ആളാണ്. അപ്പം എത്രയും ഒരു അതുപോലത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ആ ഉയർച്ചയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള എതിർ ദിശയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഞാൻ മാത്രമല്ല, എല്ലാ രംഗത്തും നിങ്ങൾ നോക്കിക്കോളൂ. പൊളിറ്റിക്കലി ആണെങ്കിലും അല്ലാത്ത ഏത് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഫേസ് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് വെച്ചാൽ ഒപ്പോസിഷൻ എന്ന് പറയുന്നൊരു സാധനം സത്യത്തിലുണ്ട്, ഇല്ലേ? അപ്പൊ അത് ഇല്ലാതെ പോകുന്ന ആൾക്കാർ വളരെ അപൂർവമാണ്. ഏറ്റവും വലിയ ഭാഗ്യവന്മാർ എല്ലാം അവരെ ഇതായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അല്ലേ. അതിലും ശത്രുത, അവന്റെ കാര്യം മാത്രം ഓക്കെ എന്ന് പറഞ്ഞത് ശത്രുത ഉള്ള ആൾക്കാർ വേറെ, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇയാളുടെ പവറിന്റെ പുറത്ത് അതൊന്നും ഏൽക്കാതെ അങ്ങനെ പോയേക്കാം. നമ്മളൊരു സാധാരണക്കാരൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് നമ്മൾ അതിനെ ഫേസ് ചെയ്ത് പോവാന്നല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ?
ഈ പണ്ടും ഈ ഇതൊരു റെഗുലർ കാഴ്ചയാണല്ലോ. കാരണം പണ്ട് ഞാൻ പണ്ടത്തെ ഈ അഭിമുഖങ്ങളും അല്ലെങ്കിൽ പണ്ടത്തെ ദിലീപേട്ടനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുമ്പോൾ അതിനകത്തും അന്ന് ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തുകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് ദിലീപേട്ടനോട് ചോദിക്കണം. അപ്പോ എന്തെങ്കിലും തിരിച്ചു ചോദിക്കണം തോന്നിയിട്ടില്ലേ, ഇതൊക്കെ നിങ്ങളല്ലേ പറയണെന്ന്? അല്ലല്ല, ഇതെല്ലാം പറയും. ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് ഇന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഇന്നത് വരെ എനിക്ക് പറയാൻ പാടുള്ളൂ. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്നത് ഉള്ളി സിനിമ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ വേറെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷെ എൻ്റെ കുടുംബം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എനിക്ക് നിങ്ങളോട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അത് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, എൻ്റെ കണ്ടീഷണൽ ബെയിലുള്ളതാണ്. അതൊക്കെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എല്ലാ ഏറും അടിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം മിണ്ടായിരുന്നു നമ്മളിങ്ങനെ സഹിക്കുക, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എടുക്കുന്ന സിനിമകളെ ബാധിക്കുമ്പോൾ എങ്ങനെയാണ്? ഇല്ല, ഞാൻ എൻ്റെ സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ ജോലിയാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്, എനിക്കെല്ലാം സിനിമയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ കമ്മിറ്റഡ് ടു ഓഡിയൻസ് ആണ്. ഇല്ല, ഞാൻ ഓഡിയൻസിനോട് ബാധ്യസ്ഥനാണ്. അവരെൻ്റെ സിനിമ കാണാൻ വരുമ്പോൾ ഞാൻ ചിരിച്ച് കളിച്ച് ചെയ്യുന്നതോ എൻ്റെ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്ന് കാണാനാണ് അവർ വരുന്നത്. ആ 2% നീതി ഞാൻ പുറത്തേ പറ്റുള്ളൂ. അത് എന്നെ കൊണ്ട് ആകാവുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പവയുടെ പ്രൊമോഷനൊക്കെ ആയിട്ട് ബിഗ് ബോസിലൊക്കെ പോയല്ലോ. അതെ, എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? ഗംഭീരല്ലേ. അവിടെ വെച്ചാൽ നമുക്ക് ധൈര്യമില്ല. ഇത്രയും ദിവസമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനും ലോകമായി അല്ല, ഭയങ്കര വേറൊരു ആങ്കിളാണ് അത്. എല്ലാവരും പിന്നെ എനിക്ക് തോന്നുന്നത് അവർ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലാത്ത സമയത്ത് 47ാമത്തെ 48ാമത്തെ 50 ദിവസം അടുക്കുന്നതിന്റെ ഇടയിലാണ് അവരെ പുറത്തുനിന്നുള്ള ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഷോയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന്. അപ്പൊ അവര് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് മരുഭൂമിയിലെ ഒരു മഴയായിരുന്നു എന്ന് പറയുന്നില്ല. കാരണം അവരെല്ലാവർക്കും നമ്മളോട് വലിയ ഇഷ്ടം, അവർ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് ഞാൻ എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്കത് വേറൊരു ഡിഫറെന്റ് വേൾഡ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഞാൻ അവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നെങ്കിലും അത് മൊത്തത്തിൽ കാണുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ബ്രില്യന്റ് ഗെയിമാണല്ലോ അതിനകത്ത് കളിച്ചോണ്ടിരിക്കണേ. ഇത് ശരിക്കും പറയാൻ കാണാറുണ്ട് അങ്ങനത്തെ പരിപാടികളെ? കാരണം ഈ TV ബാക്ക്ഗ്രൗണ്ട് വന്നുകൊണ്ട് നമ്മള് ആ ഇന്റർവ്യൂ അത് കണ്ടിരുന്നു. ആ ഷോ ഞാൻ പോയത് പകുതി വരെയുണ്ടല്ലോ. ഞാൻ പോയ ഷോയില് ഞാൻ അവരോട് അവർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങളാണ് അതല്ല. അതുകൊണ്ടാണ് എനിക്ക് അവരോട് അത്രയും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. എല്ലാ ഷോയിലും ഞാൻ കാണാം. വീട്ടില് എല്ലാവരും ഇപ്പൊ അതിന്റെ ആൾക്കാരല്ലേ അല്ലേ? ബിഗ് ബോസ് എല്ലാ മലയാളീസിന്റെ വീട്ടിൽ എനിക്കാണ് ഇന്ത്യൻ ഷോയിൽ എല്ലാ സ്ഥലത്തെയും ബിഗ് ബോസ് ഭയങ്കര റേറ്റിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ മുമ്പിൽ തന്നെയാണ് ഷോ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കറക്റ്റ്, നമ്മളുടെ ഈ സിനിമയുടെ ഓഡിയൻസ് ഇരിക്കുന്നത് ആ TV-യുടെ മുമ്പിലാണ്. അവരുടെ അടുത്ത് കാര്യം പറയുന്നു, അവരാണ് സിനിമയെ ഭയങ്കര പ്രൊമോഷണൽ ഇതൊക്കെ വരുന്നത്. കാരണം വെച്ചാൽ ഇത് കൊച്ചു കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും പറ്റിയ സിനിമയാണ്. കാരണം കൊച്ചു കുട്ടികൾക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾ വളർന്നാണ് യൂത്ത് ആവുന്നത്. അവിടെ നിന്നാണ് മിഡിൽ ഏജിലേക്ക് മാറുന്നത്, ഏജ്ഡ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്ര. അപ്പൊ എല്ലാ കാറ്റഗറി ആൾക്കാർക്കും പറ്റിയ സിനിമ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് കുറെ ആൾക്കാർ പറഞ്ഞു അത് ചെറുപ്പക്കാർക്ക് വരെ. ഞാൻ നിങ്ങൾ സിനിമ ഉണ്ടല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ, നിങ്ങൾ യൂത്ത് അല്ലേ? അന്ന് ഞാൻ കഴിഞ്ഞിട്ടുള്ളും ചോദിച്ചു, എന്ന് വെച്ചാൽ ഈ യൂത്തിന് എന്താ പ്രണയം മനസ്സിലാവില്ലേ, പരപ്പട്ടീനെ കണ്ടാ മനസ്സിലാവില്ലേ, ചിരിക്കാൻ അറിയില്ലേ? അപ്പൊ അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ പറയരുത്. സിനിമ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തില് ഏത് തരത്തിലെ സിനിമ അല്ല, സിനിമ പ്രത്യേകിച്ച് യൂത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയും കൂടിയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പൊ അതിനകത്ത് ഞാനൊന്നും എൻ്റെ ചെറുപ്രായത്തിലൊന്നും സിനിമയ്ക്ക് വേർതിരിവ് വെക്കില്ലായിരുന്നു. ഇന്ന കാറ്റഗറി ഞാൻ എല്ലാ സിനിമയും കാണുന്നുള്ളതാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമല്ലേ. പക്ഷെ ദൈവാനുഗ്രഹിച്ച് എല്ലാ ഷോസും കാര്യങ്ങളൊക്കെ ഗംഭീരമായി പോകുന്നു. നമുക്ക് വലിയ സന്തോഷമായി. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കും ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും കൂടുതൽ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവും. നമ്മുടെ കഴിഞ്ഞ കാല ഇന്റർവ്യൂസ് എല്ലാം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാണ്ട് നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആണ് സിനിമ. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആ സത്യസന്ധത ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ അകത്തുനിന്നാ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തവണ നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് വെച്ചത്.
ഇപ്പോൾ ശരിക്കും അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആയി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദിലീപേട്ടനെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദിലീപ് ഉണ്ട്, ഒരു ആക്ഷൻ ആക്ടർ. നമ്മൾ ഇത്രയും വർഷം എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്ന ഈ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എനിക്കിവിടെ നിൽക്കണമെങ്കിൽ ഈ സിനിമ ആവശ്യമാണെന്ന് പറഞ്ഞത്. അത് ബേബി കൊണ്ടത് ഓരോ മലയാളികളുടെ മനസ്സിലായിരിക്കാം, അവരൊക്കെ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. സോ അത് ഈ പറഞ്ഞ പോലെ വലിയൊരു സന്തോഷം ദിലീപേട്ടനും ഉണ്ടാക്കട്ടെ. അപ്പോൾ താങ്ക് യു. ഇനി വരുന്ന സിനിമകളിലും ആ ഒരു വിജയ തുടർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.